ज्योतिमिरान्धस्य जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറ്റുമെങ്കിൽ നമുക്ക് 3-4 ആചാര്യന്മാരെ കുറിച്ചിട്ട് പറയാം. കാരണം വളരെ കുറച്ചേ ഉള്ളൂ അവരെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ്. ആദ്യമേ നമുക്ക് ഉദ്ധാരണ ദത്ത ഠാക്കൂർ. ഉദ്ധാരണ ദത്ത ഠാക്കൂർ നിത്യാനന്ദ പ്രഭുവിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അദ്ദേഹം കൃഷ്ണലീലയിലെ സുബാഹു സഖയാണ്. ഇത് എഴുതി വെക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഉദ്ധാരണ ദത്ത ഠാക്കൂർ സുബാഹു സഖയാണ് കൃഷ്ണലീലയിലെ. മഹാപ്രഭുവിനോടൊപ്പം നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ഈ ഗൗരലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം അവതരിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ ലീലയിലെ 11ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നന്ദനന്ദനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന് രാധാറാണിയുടെ ശരീരകാന്തിയോടെ ആ രാധാറാണിയുടെ ഭാവം, ഭഗവാനോടുള്ള ഭക്തി എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുന്നത്. അപ്പം മഹാപ്രഭുവിനോടൊപ്പം മഹാപ്രഭുവിൻ്റെ അനുയായികൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ, അതായത് നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്ന ഭഗവത് തത്വമാണ്, ഗുരു തത്വമാണ്. ആദ്യ ഗുരുവാണ് നിത്യാനന്ദ പ്രഭു. സാക്ഷാൽ ബലരാമനാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചത്. അപ്പം നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ആ ലീലകൾ നടത്താൻ വേണ്ടിയിട്ട് ബംഗാളിലെ നവദ്വീപിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അപ്പം ഭഗവാൻ അവതരിക്കുമ്പം ആ ഭഗവാന്റെ എല്ലാ പാരാഫർണാലി, ഭഗവാന്റെ അനുയായികളും എല്ലാം തന്നെ വൃന്ദാവനത്തിൽ എത്തിയതുപോലെ നവദ്വീപിലെ ബംഗാളിലെ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചപ്പോൾ മഹാപ്രഭുവിൻ്റെ പാസ്റ്റേഴ്സ്, ആ ലീലകളിലെ മഹാപ്രഭുവിനെ സഹായിക്കാനായിട്ട് എല്ലാവരും തന്നെ എത്തിയിരുന്നു. ബംഗാളിലെ പലയിടങ്ങളില് പല പേരുകളിലാണ് അവര് അറിയപ്പെട്ടിരുന്നത്.
അതിലൊരാളാണ് ഉദ്ധാരണ ദത്ത ഠാക്കുർ. കൃഷ്ണലീലയിലെ സുബാഹു സഖയാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു അദ്ദേഹം. 1481 ഈ സപ്തഗ്രാമിലാണ് അവതരിച്ചത്. ആരെ? ഉദ്ധാരണ ദത്ത ഠാക്കുർ. നമ്മൾ സപ്തഗ്രാമിനെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. രഘുനാഥ് ദാസ ഗോസ്വാമി സപ്തഗ്രാമിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് സപ്തഗ്രാമിൽ ഉൾപ്പെടെയുള്ള 7 ഗ്രാമങ്ങളുടെ ജന്മിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും പിതാവിന്റെ സഹോദരനും. ഇദ്ദേഹത്തിന്റെ അച്ഛനമ്മമാര്, പിതാവിന്റെ പേര് ശ്രീകര, അമ്മയുടെ പേര് ഭദ്രാവതി. ഇവര് സുവർണ വണിക്കുകളാണ്, അതായത് സ്വർണ്ണ വ്യാപാരം നടത്തുന്നവരാണ് ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങളെല്ലാം തന്നെ. അന്ന് ബംഗാളില് ധാരാളം ഉണ്ടായിരുന്ന ഈ സുവർണ വണിക്കുകൾ. ഇവര് വളരെ സമ്പന്നരാണ്. സ്വർണ്ണ ബിസിനസ് നടത്തി ഇവർക്ക് ധാരാളം സമ്പത്ത് ഇവരെ സമ്പാദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ബാങ്കുകളും ഉണ്ടായിരുന്നു. ഇവർ പിന്നീട് കൽക്കട്ടയിലേക്ക് താമസം മാറി ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട്. അങ്ങനെ കൽക്കട്ടയിലെ ഉള്ളവരിലെ 3/4 പേരും 70% ഇന്നും ഈ സുവർണ വണിക്കുകളാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ ഇദ്ദേഹം പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞിരുന്നു. നിത്യാനന്ദ പ്രഭുവിനെ യാതൊരു തരത്തിലുള്ള അപരാധവും കൂടാതെ അദ്ദേഹം സേവിച്ചിരുന്നു. നിത്യാനന്ദ പ്രഭു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പാചകം ചെയ്യുന്ന പ്രസാദം നിത്യാനന്ദ പ്രഭു സ്വീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ സുവർണ മണിക്കുകളെ മുഴുവൻ നിത്യാനന്ദ പ്രഭു ഉദ്ധരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. വൃന്ദാവൻ ദാസ് ഠാക്കുർ ചൈതന്യ ഭാഗവതത്തില് നിത്യാനന്ദ പ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്. എത്ര അധപതിച്ച ആത്മാക്കളായാലും നിത്യാനന്ദ പ്രഭുവിന്റെ കൺമുന്നിൽ വന്നു പെട്ടാൽ അവരെ ഉദ്ധരിക്കും, അവരെ ശുദ്ധാത്മാവായിട്ട് മാറാൻ നിത്യാനന്ദ പ്രഭു സഹായിക്കും. നമുക്കറിയാം ജഗായി മഥായിമാരുടെ കഥ. അവരെ ഏറ്റവും പതിതാത്മാക്കളാണ്, അങ്ങേയറ്റം അധപതിച്ച ആത്മാക്കളാണ്. പക്ഷെ നിത്യാനന്ദ പ്രഭുവിന്റെ ദൃഷ്ടിയിൽ അവർ വന്ന് പെട്ടപ്പോൾ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിനെ കൊണ്ടവരെ ഉദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. നിത്യാനന്ദ പ്രഭു ഭാഗവത തത്വമാണ്. പക്ഷെ ഒരു ഭക്തനെ പോലെയാണ് ചൈതന്യ ലീലയിലെ നിത്യാനന്ദ പ്രഭു പെരുമാറിയിരുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികൾ എന്ന് പറയുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ കൃപയുടെ, മേഴ്സിയുടെ വിസ്തരണങ്ങളാണ്, എക്സ്പാൻഷൻസ് ആണ്. നിത്യാനന്ദ പ്രഭു ബദ്ധാത്മാക്കളോടെല്ലാം അങ്ങേയറ്റം കരുണയുള്ളവനാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ആശ്രയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാനും അങ്ങനെ നമുക്ക് രാധാകൃഷ്ണന്മാരുടെ നിത്യസേവനത്തിന് നമുക്ക് അവസരം കിട്ടുകയും ചെയ്യും. ഉദ്ധാരണ ദത്ത ഠാക്കുർ നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ്. അദ്ദേഹം പരമ പതിത പാവന എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അധപതിച്ച ആത്മാക്കളിലെ പതിതാത്മാക്കളിൽ വെച്ചിട്ട് പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. പരമ പതിത പാവന. ഉദ്ധാരണ ഠാക്കുറെ ആരെ അഭയം പ്രാപിക്കുന്നുവോ അവർക്ക് നിത്യാനന്ദ പ്രഭുവിനെ സേവിക്കാനും അങ്ങനെ രാധാകൃഷ്ണൻ മഹാപ്രഭുവിനെയും രാധാകൃഷ്ണന്മാരുടെ നിത്യലീലയിൽ ആ തൃപ്പാദങ്ങളെ സേവിക്കാനുമുള്ള അവസരം കിട്ടും. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇദ്ദേഹത്തെ മഹാഭാഗവതന്മാരിൽ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ വൃന്ദാവന ദാസ് ഠാക്കുർ ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഉദ്ധാരണ ദത്ത ഗ്രേറ്റ് ആൻഡ് മാഗ്നാനിമസ് വൈഷ്ണവ എന്നാണ് സംബോധന ചെയ്യുന്നത്. അങ്ങേയറ്റം മേഴ്സിഫുൾ ആയിട്ടുള്ള, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ഒരു മഹാവൈഷ്ണവനാണ്, മഹാഭാഗവതനാണ്. അത് നിത്യാനന്ദ പ്രഭുവിന്റെ സേവകൻ എന്നാണ് ഈ ഉദ്ധാരണ ദത്ത ഠാക്കുർ അറിയപ്പെടുന്നത്. ഉദ്ധാരണ ദത്തയുടെ ഭൗതിക ജീവിതം നോക്കിയാൽ ഇദ്ദേഹം ഒരു കട്ടുവായിൽ നിന്ന് വളരെ അടുത്തായിട്ട് ഒരു എസ്റ്റേറ്റിന്റെ മാനേജറായിരുന്നു അദ്ദേഹം. സമ്പന്ന കുടുംബത്തിലാണ്, വളരെ അതീവ സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം അന്ന് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ ആ എസ്റ്റേറ്റ് ഇരുന്ന സ്ഥലം ഇന്ന് ഉദ്ധാരൺപൂർ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇത്രയൊക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടെങ്കിലും ഉദ്ധാരണ ദത്ത പരിത്യാഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി 26 വയസ്സുള്ളപ്പോൾ പത്നി മരിക്കുകയും അതോടെ പരിപൂർണമായിട്ട് ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു. നിത്യാനന്ദ പ്രഭു അനേകം ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ വന്ന് താമസിക്കുകയും ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്ന
ആ പ്രസാദം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സപ്തഗ്രാം എന്ന് പറയുന്നത് സരസ്വതി നദിയുടെ തീരത്താണ്. അവിടെ ഉദ്ധാരണദത്തയുടെ സമാധി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ സമാധി സ്ഥലത്ത് ഇന്ന് നമുക്ക് മഹാപ്രഭുവിന്റെ ഷഡ്ഭുജ രൂപം, അതേക്കുറിച്ച് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഷഡ്ഭുജ രൂപം മഹാപ്രകാശ ലീല നടത്തുമ്പോൾ ഷഡ്ഭുജ രൂപം പ്രകടിപ്പിച്ചിരുന്നു. അതായത് രണ്ട് കൈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈ, രണ്ട് കൈ ശ്രീരാമൻ്റേത്, പിന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ രണ്ട് കൈ. അങ്ങനെ ഷഡ്ഭുജ രൂപത്തില് മഹാപ്രകാശ ലീല നടത്തിയിട്ടുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു. ആ അർച്ചാവിഗ്രഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന്റെ വലത്തുവശത്തായിട്ട് നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വേറൊരു അൾട്ടറില് രാധാ ഗോവിന്ദ ദേവിനെയും അതുപോലെ തന്നെ രാധാ ദാമോദറിന്റെ സാളഗ്രാമ ശിലയും നമുക്ക് ഇന്നും അവിടെ കാണാൻ സാധിക്കും. അതുപോലെ അവിടെ ഉദ്ധാരണദത്ത ഠാക്കൂറിന്റെ ഒരു ഫോട്ടോ അവിടെ ഒരു കസേരയിൽ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ മാത്രമേ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഉദ്ധാരണദത്ത ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചപ്പോൾ ജാനവ മാതാ ഭവൻ, അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചൈതന്യ ചരിതാമൃതത്തിലെ ഒരു ലീല ഇദ്ദേഹത്തിന്റെ നമുക്ക് മനസ്സിലാക്കാം. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അവിടെ മഹാപ്രഭു എല്ലാവരും സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സഹോദരനായ രാമചന്ദ്ര കവിരാജ നിത്യാനന്ദ പ്രഭുവിന്റെ ആരാധകനാണ്. പക്ഷെ മഹാപ്രഭുവിനെ പിടിക്കില്ല, ഇഷ്ടമല്ല. അപ്പൊ നിത്യാനന്ദ പ്രഭുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നിത്യാനന്ദ അല്ലെങ്കിൽ മഹാപ്രഭുവിനെ തനിയെ ആരാധിക്കുന്നതോ നിത്യാനന്ദ പ്രഭുവിനെ തനിയെ ആരാധിക്കുന്നതോ മഹാപ്രഭുവിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവരെ ഭക്തരായിട്ട് മഹാപ്രഭു സ്വീകരിക്കില്ല. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇത് പാടില്ല, ഇത് അപരാധമാണ് എന്ന് രാമചന്ദ്ര കവിരാജനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോളെ മഹാപ്രഭുവിന്റെ ഭക്തനായ മീനകേതന രാംദാസ് അവിടെ വരും. അദ്ദേഹം ആ സങ്കീർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാതെ വെളിയില് ആ പുൽത്തകിടിയിൽ അവിടെ ഇരിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇദ്ദേഹം അകത്തേക്ക് കടക്കാത്തതെന്ന്. കാരണം അവിടെ രാമചന്ദ്ര കവിരാജയുണ്ട്, നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനാണ്. ഇത് മീനകേതന രാമദാസിന് അത് ഇഷ്ടമാവില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് ഉച്ചത്തില് ശാസിക്കും രാമചന്ദ്ര കവിരാജയെ. അപ്പൊ ഇത് കേട്ടിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്റെ സഹോദരന്റെ പക്ഷം പിടിക്കാതെ മീനകേതന രാമദാസിന്റെ പക്ഷം പിടിച്ചിട്ട് രാമചന്ദ്ര കവിരാജിനെ അവിടെ നിന്ന് പുറത്താക്കും. ഇത് കണ്ട നിത്യാനന്ദ പ്രഭുവിന് വളരെയധികം സന്തോഷമായിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ അനുഗ്രഹിച്ചിട്ട് പറയും, നീ വൃന്ദാവനത്തിൽ പോയിട്ട് വസിക്കണം. അങ്ങനെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിക്ക് ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതാൻ സാധിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മള് ഉദ്ധാരണദത്ത ഠാക്കൂറിനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് അതിവേഗം നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാനും നിത്യാനന്ദ പ്രഭുവിന്റെ ആ കരുണ നമുക്ക് കിട്ടാനും അങ്ങനെ രാധാകൃഷ്ണനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളെ സേവിക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഉദ്ധാരണദത്തയ്ക്ക് ഒരു മകനുണ്ട്, ശ്രീനിവാസ ദത്ത ഠാക്കൂർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആ പിൻഗാമികൾ ഇപ്പോഴും കൽക്കട്ടയിലും ഹൂഗ്ലിയിലും അതിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഉദ്ധാരണദത്തയുടെ കുടുംബത്തിൽ വന്ന് ജനിച്ച ആ ജീവാത്മാക്കളെല്ലാം തന്നെ അങ്ങേയറ്റം ഭാഗ്യമുള്ളവരായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം അങ്ങേയറ്റം ഉന്നത തലത്തിൽ വർത്തിക്കുന്ന ഒരു ഭക്തനായിരുന്നു ഉദ്ധാരണദത്ത ഠാക്കൂർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വംശത്തിൽ ജനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീല പ്രഭുപാദര് ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ ലീലയിലെ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അമേരിക്കയിൽ നിന്നും മടങ്ങി വന്ന സമയത്ത് അവർ ഈ ഉദ്ധാരൺപൂർ സന്ദർശിക്കുകയും അവിടെ ഉള്ള ഡേറ്റ് എല്ലാം കാണുകയും ചെയ്തു എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അവിടെ തടി കൊണ്ടുള്ള ഒരു മൂർത്തി ഉണ്ടായിരുന്നതായിട്ട് പ്രഭുപാദര് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ആ മൂർത്തി അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗമായിട്ടുള്ള മദന മോഹന ദത്ത ആ മൂർത്തി അവിടെ നിന്ന് കൊണ്ടുപോവുകയും പകരം
അവിടെ ഒരു ഫോട്ടോയാണ് ഉദ്ധാരണദത്ത ഠാക്കൂറിൻ്റെത് അവിടെ വെച്ചിരിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് ഉദ്ധാരണദത്ത ഠാക്കൂർ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഉദ്ധാരണ എന്ന് വെച്ചാൽ പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉദ്ധാരണദത്തയ്ക്ക് ആ പേര് കിട്ടിയത്. വൃന്ദാവൻദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതത്തിന്റെ അന്ത്യഖണ്ഡത്തിലെ 6ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഉദ്ധാരണദത്ത എന്ന് പറയുന്നത് വളരെ ഉന്നത തലത്തിൽ വർത്തിക്കുന്ന ഒരു വൈഷ്ണവനാണ് എന്ന്. അതായത് നിത്യാനന്ദ പ്രഭുവിനെ ആരാധിക്കുക എന്നുള്ള അവകാശത്തോടെ ജനിച്ചവനാണ് എന്നും പറയുന്നുണ്ട്. നിത്യാനന്ദ പ്രഭു ഖാഡാദഹയിൽ താമസിച്ചിട്ട് അതിനുശേഷം സപ്തഗ്രാമിൽ വരികയും ഉദ്ധാരണദത്തയുടെ ഭവനത്തിൽ വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സുവർണമണിക്ക് സമുദായത്തെ മുഴുവൻ നിത്യാനന്ദ പ്രഭു ഉദ്ധാരണദത്തയുടെ സഹായത്തോടെ ഉദ്ധരിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ഉള്ള ഉദ്ധാരണദത്തയുടെ കുറിച്ച് പറയാനായിട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. മാതാജി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരൊന്നുകൂടെ പറയുമോ? പറയാം. നോക്കട്ടെ. ശ്രീധര ഭദ്രാവതി അല്ലേ മാതാജി? അതെ, ശ്രീകര ഭദ്രാവതി. അതെ അതെ അതെ. ശ്രീകര എന്നാണല്ലേ, ശ്രീധര അല്ലല്ലോ? അല്ലല്ല, ശ്രീകര, KRA, ശ്രീകര. ഇതും പറയുന്നുണ്ട്, നിത്യാനന്ദ പ്രഭു അതായത് ബലരാമൻ എപ്പോഴൊക്കെ അവതരിക്കുന്നു അപ്പോഴൊക്കെ ഈ സുബാഹു സഖ ആണ് ഉദ്ധാരണദത്ത. ഈ സുബാഹു സഖയും അദ്ദേഹത്തോടൊപ്പം അവതരിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. നിത്യാനന്ദ പ്രഭു ഈ സുവർണമണിക്ക് സമുദായത്തിന് പ്രേമഭക്തി വിതരണം ചെയ്തു. നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് പ്രേമഭക്തിയുടെ ഒരു സാഗരം തന്നെയാണ്. അത് നിർലോഭമായിട്ട് ഇവർക്കെല്ലാം വിതരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അമ്മയുടെ പേര് ഭദ്രാവതി ദേവി. ഭദ്രാവതി. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന് പറയാനായിട്ട്, വേറെ ഒന്നുമില്ല ഉദ്ധാരണദത്തയെ കുറിച്ചിട്ട്. ഉദ്ധാരണദത്തയും പൗഷമാസത്തിലാണ് ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോകുന്നത്. അമാവാസി ദിനത്തിലാണ് ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. ഇനി നമുക്ക് 12 ഗോപാലന്മാരിൽ ഒരാളാണ്. അതെ, 12 ഗോപാലന്മാരിൽ ഒരാളാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളാണ്. ഇനി അടുത്തത് സുന്ദരാനന്ദ ഠാക്കൂർ. സുന്ദരാനന്ദ ഠാക്കൂറേയും കൃഷ്ണ പ്രേമമാകുന്ന ആ സമുദ്രത്തിന്റെ ഒരു തിരമാല എന്ന് തന്നെ പറയാം. ഇവരൊക്കെ നിത്യാനന്ദ പ്രഭുവിന്റെ അതേ ആ കൃഷ്ണ പ്രേമത്തോടെയാണ് ഇവരെല്ലാം തന്നെ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം
സുന്ദരാനന്ദ താക്കൂർ അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം മഹേഷപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവതരിച്ചത്. അദ്ദേഹം രാധാവല്ലഭ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. അദ്ദേഹം കൃഷ്ണലീലയിലെ സുദാമ സഖിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആരാധിച്ചിരുന്ന വിഗ്രഹം ഇന്ന് രാധാ കാളചന്ദജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് നമുക്ക് വൃന്ദാവനത്തിലെ രാധാ ഗോവിന്ദ ദേവിയുടെ ആ ടെമ്പിളിൽ ചെന്നാൽ ആ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. സുന്ദരാനന്ദ ദത്ത അനേകം സിദ്ധികളുള്ള ഒരു ഡിവോട്ടി ആയിരുന്നു. അദ്ദേഹത്തിന്റെ സമാധി നമുക്ക് വൃന്ദാവനത്തിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 64 ശിഷ്യരുടെ സമാധി സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ സമാധിയും കാണാൻ സാധിക്കും. ജസോറിലെ മഹേഷപുരിയിലാണ് ഇദ്ദേഹത്തിന്റെ ജനന സ്ഥലം. അവിടെയുള്ള ഒരു ഗ്രാമത്തിലാണ്. അദ്ദേഹം ആരാധിച്ചിരുന്ന രാധാവല്ലഭ വിഗ്രഹം, രാധാരമൺ വിഗ്രഹങ്ങള് പിന്നീട് സൈദാബാദിലേക്ക് കൊണ്ടുവന്നു. അതിനു പകരം മഹേഷ്പുരയിലെ തടി കൊണ്ടുള്ള ഒരു അർച്ചാ വിഗ്രഹമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പിൻഗാമികൾ ആരുമില്ല. ബന്ധുക്കള് മഹേഷപുരയിൽ അവിടെ ഇവിടെയുമായിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സിദ്ധികളിൽ ഒന്നാണ്, അതായത് നാരകത്തിൽ നിന്നും കദംബ പൂക്കളെ അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ മുതലകളിലുള്ള പുഴകളിൽ അദ്ദേഹം ചാടി ഇറങ്ങിയിട്ട് ആ മുതലകളെയൊക്കെ പിടിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് ഇടുമായിരുന്നു. നിത്യാനന്ദ പ്രഭുവിനെ പോലെ തന്നെ പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നതിലാണ് ഈ സുന്ദരാനന്ദ പണ്ഡിറ്റും അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ ചെലവഴിച്ചിരുന്നത്. അദ്ദേഹം കാർത്തിക മാസത്തിലാണ് അദ്ദേഹത്തിന്റെ തിരോഭാവ തിഥി വരുന്നത്. ഇനി അടുത്തത് ധനഞ്ജയ പണ്ഡിതനാണ്. ധനഞ്ജയ പണ്ഡിതൻ വിലക്ഷണ മഹന്ത ആണ് ശ്രീ ചൈതന്യ ഭാഗവതത്തില് അറിയപ്പെടുന്നത്. വിലക്ഷണ മഹന്ത, അതായത് ഒരു മഹാനായ വ്യക്തിയുടെ എല്ലാ ലക്ഷണങ്ങളും ധനഞ്ജയ പണ്ഡിതനില് കാണാൻ സാധിക്കും. അതാണ് വിലക്ഷണ മഹന്ത എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നവദ്വീപിലെ ഗൗരചന്ദ്രന്റെ ആ ലീലകളിലെ അതായത് സങ്കീർത്തന പ്രസ്ഥാനത്തില് ഇദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. പിന്നീട് മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വരികയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആകെ സ്വത്തെന്ന് പറയുന്നത് തന്റെ കയ്യിലുള്ള ഒരു കമണ്ടലു മാത്രമായിരുന്നു. ഇദ്ദേഹം കൃഷ്ണലീലയിലെ വസുദാമ സഖയാണ് ധനഞ്ജയ പണ്ഡിതന്. അദ്ദേഹത്തിന്റെ സമാധി നമുക്ക് 64 സമാധി സ്ഥലത്ത് ചെന്നാല് ഈ ധനഞ്ജയ പണ്ഡിതന്റെ സമാധി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സമാധി ബംഗാളിലെ ബർധമാൻ ജില്ലയില് കാണാനും അവിടെയുമുണ്ട്. അതായത് മംഗളക്കോട്ട ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സമാധി കാണാൻ സാധിക്കും. ഇത് കട്ടുവയിൽ നിന്നും വളരെ അടുത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇദ്ദേഹം പഞ്ചര എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുനാള് താമസിച്ചിട്ടുണ്ട്. ചിലര് പറയുന്നുണ്ട് അദ്ദേഹം ജനിച്ചത് ചട്ടഗ്രാമിലെ ജർഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം അവതരിച്ചതെന്നും പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിനെയും സങ്കീർത്തന പ്രസ്ഥാനത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഭൗതിക ലോകത്തെ വന്നിരിക്കുന്നത്. അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്നും മടങ്ങിയതിനു ശേഷം ജലാന്തിഗ്രാമിൽ വെച്ചിട്ട് അദ്ദേഹം അർച്ചാ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട്. ഇന്നും ഈ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഗോപിനാഥ വിഗ്രഹം, ഗൗർനിതയുടെ വിഗ്രഹം, പിന്നെ ദാമോദര സാളഗ്രാമ ശില, ഇതൊക്കെ ഈ സ്ഥലത്ത് ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ടായിരുന്നു, സഞ്ജയൻ. അദ്ദേഹത്തിന്റെ മകനാണ് രാമകാനായി ഠാക്കുറ. ധനഞ്ജയ പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു ഈ സഞ്ജയൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ. അദ്ദേഹത്തിന്റെ അനുയായികള് ധനഞ്ജയ പണ്ഡിറ്റിന്റെ ശിഷ്യന്മാര്, അവര് ഇന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹവും കാർത്തിക മാസത്തിലാണ് ഈഹലോക ലീലകൾ അവസാനിച്ച് മടങ്ങിപ്പോകുന്നത്, നിത്യധാമത്തിൽ നിത്യലീലയില് പ്രവേശിക്കുന്നത്.
ധനഞ്ജയ പണ്ഡിതന്റെ അച്ഛന്റെ പേര് ബന്ദോപാധ്യായ. അമ്മ കാളിന്തി ദേവി. ചിലര് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്ന് പറയുന്നത് ആദിദേവ വാചസ്പതി, അമ്മ ദയാമയി. ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ പറയുന്നുണ്ട് പിതാവിന്റെ പേര് ആദിദേവ വാചസ്പതി, അമ്മ ദയാമയി ആണെന്ന്. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭവനം എന്ന് പറയുന്നത് ശീതള ഗ്രാമത്തിലാണ്. പിന്നീട് അവര് മാറുകയാണ് ചെയ്തത് അവിടെ നിന്നും. സഞ്ചര പഞ്ചര എന്ന് പറയുന്ന സ്ഥലത്തും ജലാന്തി എന്ന് പറയുന്ന സ്ഥലത്തും ഇദ്ദേഹത്തിന് ഭവനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം തുളസി മഹാറാണിക്ക് ദിവസവും 3 നേരം പ്രദക്ഷിണം ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രണാമം അർപ്പിക്കുകയും തുളസി മഹാറാണിയെ 3 നേരവും പ്രദക്ഷിണം വെക്കുകയും ചെയ്യുമായിരുന്നു. ഇദ്ദേഹം തീർത്ഥാടനങ്ങൾ നടത്തിയിരുന്നു ധാരാളം. അതിനായിട്ടുള്ള പൈസ അദ്ദേഹത്തിന്റെ പിതാവ് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പൈസ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. അത് അതേപടി മഹാപ്രഭുവിന് സങ്കീർത്തന പ്രസ്ഥാനത്തിനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കമണ്ടലു മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ധനഞ്ജയ പണ്ഡിതന്റെ പ്രധാന ഭവനം എന്ന് പറയുന്നത് ശീതള ഗ്രാമത്തിലാണ്. നവദ്വീപിലെ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിലെ ലീലകളിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് മടങ്ങി വന്നു. വൃന്ദാവനത്തിലേക്കുള്ള യാത്രയ്ക്കിടെ അദ്ദേഹം സഞ്ചര പഞ്ചര എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചു ദിവസം തങ്ങുകയും അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യനെ അവിടെ അദ്ദേഹത്തിന്റെ ഡേറ്റി ആരാധിക്കാൻ വേണ്ടി അവിടെ വിട്ടിട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്കുള്ള യാത്ര തുടരുകയും ചെയ്തു. ആ നിത്യാനന്ദ പ്രഭുവിന്റെ അതേ മേഴ്സി നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ധനഞ്ജയ പണ്ഡിതനാണെങ്കിൽ കൊള്ളക്കാരെയും പിടിച്ചുപറിക്കാരെയും മോഷ്ടാക്കളെയും അതുപോലെ തന്നെ നിരീശ്വരവാദികളെയും ഒക്കെ ഭക്തരാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു അസാധാരണമായിട്ടുള്ള ഡിവോഷൻ ഉള്ള ഒരു വൈഷ്ണവനായിരുന്നു ഈ ധനഞ്ജയ പണ്ഡിതൻ. നിത്യാനന്ദ പ്രഭുവിന്റെ ഹൃദയത്തിൽ എന്നും ഈ ധനഞ്ജയ പണ്ഡിതന് സ്ഥാനമുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശീതള ഗ്രാമ ക്ഷേത്രത്തിൽ ചെന്നാൽ ഇദ്ദേഹത്തിന്റെ സമാധി മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ഇടതുവശത്തായിട്ട് തുളസി മഹാറാണിയുടെ അൾട്ടറുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ധനഞ്ജയ പണ്ഡിതന്റെ സമാധി സ്ഥലമാണെന്ന്. അദ്ദേഹം കാർത്തിക മാസത്തിലെ ശുക്ല അഷ്ടമി ദിനത്തിലാണ് അദ്ദേഹം ഭൗതിക ലോകം ഉപേക്ഷിക്കുന്നത്. ഇനി നമുക്ക് മഹേഷ് പണ്ഡിതൻ. ഇതെല്ലാം തന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളാണ്. ഇതും വൃന്ദാവനത്തിലെ കൃഷ്ണ ബലരാമിന്റെ ആ ഗോപാലന്മാരിലെ ഒരാളായിരുന്നു. ഗൗരഗണോദേശ ദീപികയിൽ പറയുന്നുണ്ട് ഈ മഹേശ പണ്ഡിതന് മഹാബാഹു സഖയാണ്. കൃഷ്ണലീലയിലെ മഹാബാഹു ആണ് ഈ ഗൗരലീലയില് മഹേശ പണ്ഡിതനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ചീടാദഹി പാനിഹട്ടി ചീടാദഹി ഫെസ്റ്റിവലിൽ ഇദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം പങ്കെടുത്തിരുന്നതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്തിരത്നാകരയിൽ 9ാമത്തെ തരംഗത്തില് നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്. നരോത്തം ദാസ് ഠാക്കൂർ ഖർദ സന്ദർശിച്ച സമയത്ത് മഹേഷ പണ്ഡിതനെ സന്ദർശിച്ചിരുന്നതായിട്ടും അതില് പറയുന്നുണ്ട്. വൃന്ദാവന ദാസ് ഠാക്കൂർ ഇദ്ദേഹത്തെ പരമ മഹന്ത എന്നാണ് വിളിച്ചിരുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും വളരെ അടുത്ത അനുയായി മഹാഭക്തനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ തീരത്ത് സുഖസാഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ പിന്നീട് അത് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. കാരണം ഗംഗാ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ
ഇതെല്ലാം വെള്ളത്തിൽ മുങ്ങും. അപ്പൊ ഈ സമാധിയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് പാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം അർച്ചിച്ചിരുന്ന ഗൗരിനിത്തയുടെ വിഗ്രഹവും എല്ലാം പാൽപ്പാറയിലേക്ക് മാറ്റപ്പെട്ടു. പാൽപ്പാറ എന്ന് പറയുന്നത് കൃഷ്ണനഗര സ്റ്റേഷന്റെ വളരെ അടുത്ത സ്ഥലമാണ്. ഇദ്ദേഹം പൗഷമാസത്തിലാണ് ഇദ്ദേഹം ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. ഇദ്ദേഹം വലിയ ഒരു കെറ്റിൽ ഡ്രം വയ്ക്കുന്ന കെറ്റിൽ ഡ്രം ഉദ്ദേശിക്കുന്നത് തബല ആയിരിക്കണം. തബല വിദഗ്ധനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ഗൗർനിത്തായുടെ രാധ മദനമോഹൻ, രാധ ഗോവിന്ദദേവ്, രാധ ഗോപിനാഥ വിഗ്രഹങ്ങളെയൊക്കെ വെച്ചിട്ട് ആരാധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ സമാധി നമുക്ക് മഹാപ്രഭുവിന്റെ 64 ശിഷ്യരുടെ സമാധിയിൽ ഈ മഹേഷ് പണ്ഡിതന്റെയും സമാധി നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഭവനം മാസിപ്പൂറിലായിരുന്നു ആദ്യം. ഗംഗാനദിയുടെ തീരത്തുള്ള മാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ മാസിപ്പൂർ മുഴുവൻ ഗംഗാനദി വെള്ളം കയറിയപ്പോൾ അത് ആ ഗ്രാമമൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് സുഖസാഗറിലേക്ക് മാറ്റി. പിന്നെ അവിടെയും വെള്ളം കയറിയപ്പോൾ അവിടെ നിന്ന് വീണ്ടും സമാധി മാറ്റിയിട്ട് ചക്കഡാഹ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പാൽപ്പാറയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ നിന്നും പിന്നീട് മാറ്റിയിട്ട്, അതായത് 1927 അത് വീണ്ടും മാറ്റി പഞ്ചനഗരത്തിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ചൈതന്യ ചരിതാമൃതത്തിന്റെ കമന്ററി എഴുതിയപ്പോൾ അതിൽ പറയുന്നുണ്ട്, അവസാനം കങ്കാൾ പുലി എന്ന് പറയുന്ന സ്ഥലത്താക്കി മഹേശ പണ്ഡിതന്റെ സമാധി എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അവിടെ ഗംഗാനദിയാണ്. ഗംഗാനദിയുടെ തീരത്താണ് ഈ ഗ്രാമങ്ങളെല്ലാം. അപ്പൊ ഗംഗാനദിയിൽ വെള്ളം കയറുമ്പോൾ ഈ ഗ്രാമങ്ങളൊക്കെ മുങ്ങിപ്പോവുക ചെയ്യുക. അപ്പൊ പിന്നീട് ആ മണലായിട്ട് ഉയർന്നു വരുന്നിടത്താണ് പിന്നീട് ആൾക്കാര് താമസിക്കുന്നത്. അങ്ങനെ മഹാപ്രഭുവിന്റെ ലീലകൾ നടന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ഗംഗാനദിയിലെ വെള്ളത്തിലാണ്. അതിന് പകരം ഉയർന്നു വരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് നമുക്ക് നവദ്വീപിൽ ചെന്നാല് ആ ദ്വീപുകളിലും മിക്കതും തന്നെ. നിത്യാനന്ദ പ്രഭുവിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും മെയിൻ ബ്രാഞ്ചിലെ ഒരു ശാഖയായിട്ടാണ് മഹേഷ പണ്ഡിതന് അറിയപ്പെടുന്നത്. ഇവര് 3 പേരാണ്: ജഗദീശ പണ്ഡിതന്, ഹിരണ്യ പണ്ഡിതൻ, പിന്നെ മഹേഷ പണ്ഡിതൻ. ഇങ്ങനെ 3 സഹോദരന്മാരും ഇവര് മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും അടുത്ത അനുയായികളായിരുന്നു. അവിടെ മഹേഷ പണ്ഡിതന്റെ പുഷ്പസമാധിക്ക് പിന്നിലായിട്ട് ഗൗർനിതായുടെ ഡേറ്റി, ഗോപിനാഥ മദനമോഹന്, രാധ ഗോവിന്ദ്, പിന്നെ ഒരു ശാലഗ്രാമ ശിലയും നമുക്കവിടെ ടെമ്പിളില് കാണാൻ സാധിക്കും. ആ ചീടാരഹി ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് ശേഷം നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം സപ്തഗ്രാമിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. അതുപോലെ ഖർദാഹയിലും നരോത്തം ദാസ് ഠാക്കൂർ ഇദ്ദേഹത്തെ ഖർദാഹയിൽ വന്ന് കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹവും പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ സങ്കീർത്തന മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഒക്കെ സങ്കീർത്തനം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിയോട് അദ്ദേഹം നൃത്തം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ അദ്ദേഹത്തെ പരം മഹന്ത എന്നാണ് വിളിച്ചിരുന്നത്. കാരണം നമ്മൾ മഹാഭാഗവതൻ എന്ന് പറയുന്ന പോലെ വളരെ പരിശുദ്ധാത്മാവ് എന്നാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതത്തില് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പൗഷമാസത്തിലെ കൃഷ്ണ ത്രയോദശിയുടെ അന്നാണ് ഭൗതിക ലോകം ഉപേക്ഷിക്കുന്നത്. നമ്മള് ഉദ്ധാരണദത്ത ഠാക്കൂർ, സുന്ദരാനന്ദ ഠാക്കൂർ, മഹേശ പണ്ഡിതൻ, പിന്നെ ധനഞ്ജയ പണ്ഡിതൻ, ഇത്രയും പേരിനെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇതെല്ലാം വളരെ കുറച്ച് വിവരങ്ങളുള്ളൂ, അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. ഇവരെല്ലാം തന്നെ ദ്വാദശ ഗോപാലന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളാണ്. മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുക്കാൻ ഇവര് വന്നെങ്കിലും ഇവര് നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്നു.
ഇനി അടുത്തത് പുരുഷോത്തമദാസ് ഠാക്കുറ. പുരുഷോത്തമദാസ് ഠാക്കുറ സ്തോകകൃഷ്ണന്റെ അവതാരമായിട്ടാണ് അറിയപ്പെടുന്നത്. കൃഷ്ണ ബലരാമന്മാരെ വൃന്ദാവനത്തിലായിരിക്കുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സ്തോകകൃഷ്ണ. ആ സ്തോകകൃഷ്ണയാണ് ചൈതന്യ ലീലയിലെ പുരുഷോത്തമദാസ് ഠാക്കുറായിട്ട് അവതരിച്ചിരിക്കുന്നത്. അത് നവദ്വീപിൽ തന്നെയാണ് അദ്ദേഹം വന്ന് അവതരിച്ചത്. കൃഷ്ണന്റെ പ്രിയ സഖയിലാണ്, അതായത് സഖ, നിത്യസഖ, പ്രിയ നർമ്മ സഖ, ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിലെ പ്രിയ സഖാക്കളില്, അതായത് നിഗൂഢമായിട്ടുള്ള സഖാക്കൾ, അവരിൽ ഒരാളാണ് ഈ സ്തോകകൃഷ്ണ. ആ സ്തോകകൃഷ്ണയാണ് പുരുഷോത്തമദാസ് ഠാക്കുറായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ തൃപ്പാദങ്ങളിലെ പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞ ഒരാളാണ്. ഇനി അടുത്തത് നഗരപുരുഷോത്തമൻ. നഗരപുരുഷോത്തമൻ ഇദ്ദേഹവും പുരുഷോത്തമദാസ് ഠാക്കുറ എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മുമ്പേ പറഞ്ഞ പുരുഷോത്തമദാസ് ഠാക്കുറയല്ല ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് ഇല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് നഗരപുരുഷോത്തമൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇദ്ദേഹം കൃഷ്ണൻ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നതാണ്. ശിശുവായിട്ടുള്ള ലീലകളും നടത്തിയപ്പോഴും കളിക്കാനും ഒക്കെ ഒപ്പം കൂടിയിരുന്ന ഒരാളാണ് ഈ നഗരപുരുഷോത്തമൻ. അതുകൊണ്ട് ശിശു കൃഷ്ണദാസ് എന്നും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലെ ചൈതന്യ ട്രീ നമുക്ക് കാണാൻ സാധിക്കും. അതില് നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖയിലെ 25ാമത്തെ ശാഖയാണ് ഈ നഗരപുരുഷോത്തമൻ. ഇദ്ദേഹത്തിന്റെ പിതാവ് സദാശിവ കവിരാജ. അത് ചന്ദ്രാവലി ഗോപിയുടെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവര് പരമ്പരാഗതമായിട്ട് തന്നെ വൈദ്യന്മാരായിരുന്നു. ഇവര് മഹാഭാഗ്യവാന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ചൈതന്യ ഭാഗവതത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത് ഇവർ അങ്ങേയറ്റം ഭാഗ്യമുള്ളവരായിട്ടാണ് ഇവരെ കുറിച്ച് അതിൽ പറയുന്നത്. സദാശിവ കവിരാജന്റെ അച്ഛൻ, അതായത് നഗരപുരുഷോത്തമന്റെ മുത്തച്ഛൻ കംസാരി സേനയാണ്. ഇദ്ദേഹവും വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരുടെ സേവകരില് ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ മഹാപ്രഭുവിന്റെ ഭക്തരായിരുന്നു. ഈ നഗരപുരുഷോത്തമന്റെ മകൻ കാനു ഠാക്കുറയും മഹാപ്രഭുവിന്റെ വലിയൊരു ഭക്തനായിരുന്നു. ഈ കാനു ഠാക്കുറയുടെ ഡിവോഷണൽ സിംറ്റംസ് കണ്ടിട്ട് നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിനെ ശിശു കൃഷ്ണദാസ് എന്ന് വിളിക്കുകയുണ്ടായി. ശിശു പറഞ്ഞാല് ചെറിയ കുട്ടി. ഈ അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ ജാനവി മാത ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വൃന്ദാവനത്തിൽ വരികയും വൃന്ദാവനത്തിൽ ആ സമയത്ത് ഷഡ്ഗോസ്വാമിമാരുണ്ട്. അവരുടെ ആ ശ്രദ്ധയിൽ ഈ കുട്ടിയെ കൊണ്ടുവരും. അവരാണ് കാനായി ഠാക്കുറ എന്ന് ഈ കുട്ടിക്ക് പേരിടുന്നത്. കാനായി ഠാക്കുറയുടെ ആരാധനാ വിഗ്രഹങ്ങള് നമുക്ക് ബാരാ നഗരത്തിലെ പാത്ത് ബാരിയിൽ ചെന്നാല് കാണാൻ സാധിക്കും. ഈ പുരുഷോത്തമ ദാസിന്റെ, അതായത് നഗരപുരുഷോത്തമന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളായ മാധവാചാര്യനാണ് നിത്യാനന്ദ പ്രഭുവിന്റെ മകളായ ഗംഗാമുനി ദേവിയെ വിവാഹം കഴിച്ചത്. അങ്ങനെ ഈ 2 കുടുംബങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ പറയുന്നുണ്ട്, പുരുഷോത്തമദാസ് ഠാക്കൂർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങള് ബെല്ലാഡങ്ക എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുത്തെ ടെമ്പിളിൽ, ആ ക്ഷേത്രത്തിന് നാശം നേരിട്ടപ്പോൾ ഈ അർച്ചാവിഗ്രഹങ്ങളെ എല്ലാം സുഖസാഗരത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തതെന്ന്. പിന്നീട് ഇതും ഗംഗാനദി കവർന്നെടുത്തപ്പോൾ ആ ജാനവമാതയുടെ വിഗ്രഹങ്ങളോടൊപ്പം ഇതിനെ സാഹബ് ഡെങ്ക ബേദിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് അതും ഗംഗാനദി കവർന്നു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ആ വിഗ്രഹങ്ങളെ എല്ലാം മാറ്റിയിട്ട് നാദിയ, വെസ്റ്റ് ബംഗാളിലെ നാദിയയിലെ ഷിമുരാലി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഗ്രഹങ്ങളെ എല്ലാം കാണാൻ സാധിക്കും. ഇനി അടുത്തത് പരമേശ്വരദാസ് ഠാക്കുറ. പരമേശ്വരദാസ് ഠാക്കുറ മഹാഭക്തനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ദിവസവും 3 തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണഭക്തി കിട്ടാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നുണ്ട്. മഹാഭക്തനായിരുന്നു, മഹാഭാഗവതനായിരുന്നു പരമേശ്വരദാസ ഠാക്കുറ.
മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും അവരുടെ ഗൗരലീലയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പരമേശ്വരദാസ ഠാക്കൂർ അവതരിച്ചിരിക്കുന്നത്. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ തൃപ്പാദങ്ങളിലെ പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞിരുന്നു. ഗൗരഗണോദശ ദീപികയിൽ പറയുന്നുണ്ട്, പരമേശ്വരദാസ ഠാക്കൂർ അർജുന സഖ എന്നാണ്. അതായത് പാണ്ഡവരിലെ അർജുനനല്ല, ഗോപന്മാരിലെ ഗോപയുണ്ടായിരുന്നു, അർജുന സഖയുണ്ടായിരുന്നു. ആ അർജുന സഖയാണ് ഈ പരമേശ്വരദാസ ഠാക്കൂറായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും പ്രിയ നർമ്മ സഖാക്കളിലെ ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ആ സമാധി അന്തപൂരിലാണ്. അതായത് കൽക്കട്ടയിലെ ഹൂഗ്ലി ജില്ലയിലെ അന്തപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ സമാധി കാണാൻ സാധിക്കും. ഇദ്ദേഹം ഗോപിനാഥ വിഗ്രഹത്തെയാണ് ആരാധിച്ചിരുന്നത്. നിത്യാനന്ദ പ്രഭു ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഗോപിനാഥ വിഗ്രഹം. അതേ വിഗ്രഹത്തെയാണ് ഈ പരമേശ്വരദാസ ഠാക്കൂർ ആരാധിച്ചിരുന്നത്. നിത്യാനന്ദ പ്രഭു ഭൗതിക ലീല അവസാനിച്ചു പോയപ്പോൾ ജാനവ മാത ഈ വിഗ്രഹത്തെ പരമേശ്വരദാസ് ഠാക്കൂറിനെ കൈമാറുകയാണ് ചെയ്തത്. ഇതിപ്പോഴും അന്തപൂരിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഗ്രഹം നേരിട്ട് ദർശനമെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഒക്കെ കൊടും കാടായിരുന്നു അക്കാലത്ത്. 500 വർഷങ്ങൾക്ക് പിന്നിലെ ഇതൊക്കെ മുഴുവൻ ഇടതൂർന്ന കാടുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇന്നത് ഏറ്റവും വലിയൊരു പ്രചരണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. മഹാപ്രഭു അവിടെയുള്ളവരെയൊക്കെ എല്ലാം, അവിടെയൊക്കെ കൊള്ളക്കാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു, മോഷ്ടാക്കളും. അവരെയൊക്കെ ഉദ്ധരിച്ചിട്ട് മഹാഭക്തരാക്കി മാറ്റി. ഇന്ന് അവരുടെ കുടുംബാംഗങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ മഹാഭക്തരായി മാറിയെന്നാണ് പറയുന്നത്. മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ ബംഗാളിലേക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോൾ ഈ പരമേശ്വരദാസ ഠാക്കൂർ നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ബംഗാളിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അന്ന് പാനിഹട്ടി ചീടാദഹി ഫെസ്റ്റിവലില് രാഘവ പണ്ഡിതനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലീലയിലും പരമേശ്വരദാസ ഠാക്കൂർ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കാലകൃഷ്ണദാസ്. കാലകൃഷ്ണദാസിനെ കുറിച്ച് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കാണാൻ സാധിക്കും. മഹാപ്രഭുവിന്റെ ദക്ഷിണേന്ത്യൻ പര്യടനത്തില് കാലകൃഷ്ണദാസ് ആണ് മഹാപ്രഭുവിനോടൊപ്പം വന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നു ഈ കാലകൃഷ്ണദാസ്. നിത്യാനന്ദ പ്രഭുവിന്റെ പല ലീലകൾക്കും സാക്ഷിയാണ് കാലകൃഷ്ണദാസ്. നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖയിലെ 22ാമത്തെ ശാഖയായിട്ടാണ് കാലകൃഷ്ണദാസ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഗോപാലന്മാരില് മഞ്ചരി അല്ല, ലവംഗ ഗോപയാണ് ഈ കാലകൃഷ്ണദാസ്. കാലകൃഷ്ണദാസിനെ കുറിച്ച് ആ പേര് നമ്മൾ സ്മരിച്ചാൽ മതി. നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെയും മഹാപ്രഭുവിന്റെയും തൃപ്പാദങ്ങളിൽ നമുക്ക് അഭയം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് ആ ഉന്നത തലത്തിലുള്ള ഭക്തരായിരുന്നു ഇവരെല്ലാം തന്നെ. കാലിയ കൃഷ്ണദാസ് എന്നും അറിയപ്പെടും, കാലകൃഷ്ണദാസ് എന്നും ഇദ്ദേഹത്തെ പറയാറുണ്ട്. ഇദ്ദേഹത്തിന്റെ കട്ടുവായിലടുത്തുള്ള അക്കായി ഹട്ടയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. അക്കായി ഹട്ട ഇന്നും വളരെ ആധ്യാത്മികമായിട്ട് വളരെയധികം പവറുള്ള സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു വയസ്സായ സ്ത്രീ അവിടെ ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ടെമ്പിളിനോട് ചേർന്ന് തന്നെ നൂപുർ പുക്കൂർ, ഞാൻ പറഞ്ഞതാണത്, രഘുനന്ദന ഠാക്കൂർ, അഭിരാം ഠാക്കൂർ രഘുനന്ദന ഠാക്കൂറുമായിട്ട് സങ്കീർത്തനം ചെയ്ത് നൃത്തം ചെയ്യുമ്പോൾ രഘുനന്ദന ഠാക്കൂറിന്റെ കാലിലെ കാൽത്തള ഊരി അത് തെറിച്ചു വീണ സ്ഥലം ഒരു കുളമായിട്ട് മാറിയെന്നാണ് പറയുന്നത്. ആ സ്ഥലത്തെ നൂപുരം വീണ സ്ഥലമായതുകൊണ്ട് അത് നൂപുർ പുക്കൂർ അല്ലെങ്കിൽ നൂപുരക്കുണ്ട എന്ന് അറിയപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അത് ഈ നൂപുർ പുക്കോറിലെ ക്ഷേത്രമുണ്ട് അവിടെ. ആ കാൽത്തളം നമുക്കിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. കാലകൃഷ്ണദാസ് ഇവിടെ ഇരുന്ന് ഭജനം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ ആ സ്ഥലത്തിന് ചുറ്റും ഒരു മാധവി ലത എന്ന് പറയുന്ന ഒരു വൃക്ഷം അവിടെ പടർന്ന് പന്തലിച്ച ടെമ്പിളിനെ കവർ ചെയ്ത് മൂടി കിടപ്പുണ്ട്. കാലകൃഷ്ണദാസിന്റെ സമാധി നമുക്കവിടെ കാണാൻ സാധിക്കും ഈ അക്കായിഘട്ട ധാമില്. രഘുനന്ദന ആചാര്യരുടെ വിഗ്രഹവും കാലകൃഷ്ണദാസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ആ വിഗ്രഹം കരൂയ് എന്ന് പറയുന്ന സ്ഥലത്ത്, അക്കായിഘട്ടയിൽ നിന്ന് വളരെ അടുത്തായിട്ട് കരൂയ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ മൂർത്തി നമുക്ക് കാണാൻ സാധിക്കും. ഭക്തിരത്നാകരയിൽ പറയുന്നുണ്ട്, കാലകൃഷ്ണദാസ് ഗദാധര പണ്ഡിറ്റിന്റെ തിരോഭാവം കട്ടുവായിൽ വെച്ചിട്ട് ഗദാധര പണ്ഡിറ്റിന്റെ തിരോഭാവം ആഘോഷിച്ച സമയത്ത് കാലകൃഷ്ണദാസും അവിടെ സന്നിഹിതനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗദാധര പണ്ഡിറ്റ് മഹാപ്രഭു സന്യാസ ദീക്ഷ സ്വീകരിച്ച സ്ഥലം, അതായത് ഗൗരംഗാബാരി എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ സ്ഥലത്തെ ഗദാധര പണ്ഡിറ്റ് ആരാധിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ഈ അക്കായിഘട്ടയും ഗൗരംഗാബാരിയും തമ്മിൽ 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കൊലാവേച്ച ശ്രീധരൻ. കൊലാവേച്ച ശ്രീധരനെ എല്ലാവർക്കും പരിചയം കാണും. ആ പേര് നമ്മൾ മിക്കപ്പോഴും ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. മഹാപ്രഭുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനായിരുന്നു കൊലാവേച്ച ശ്രീധരൻ. ഗൗരഗണദശ ദീപികയിൽ പറയുന്നുണ്ട്, കൊലാവേച്ച ശ്രീധരന് കുസുമസവ ആയിട്ടുള്ള സഖയാണ്. അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളായ 12 പേരിലെ ഒരാളായ കുസുമസവ ആണ് ഈ കൊലാവേച്ച ശ്രീധരനായിട്ട് ഭൗതിക ലോകത്തിൽ അവതരിച്ചത് എന്ന്. ഇദ്ദേഹത്തിന് ഈ പേര് കൊലാവേച്ച എന്ന പേര് കിട്ടാൻ കാരണം ഇദ്ദേഹം വാഴയില, വാഴപ്പൂവ്, അതായത് കൊടപ്പൻ, ഇതൊക്കെ വിൽക്കുമായിരുന്നു. വാഴപ്പഴങ്ങള് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഇതിന്റെയൊക്കെ വിൽപ്പനയായിരുന്നു. ഇദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. പക്ഷെ മഹാപ്രഭുവിന്റെ കൃപ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ ഒരു കഥാപാത്രമാണ് കൊലാവേച്ച ശ്രീധരൻ. ഇദ്ദേഹം ഒരു ഇടിഞ്ഞു വീഴാതായ ഒരു കുടിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. മുഷിഞ്ഞ് പിഞ്ഞി കീറിയ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അദ്ദേഹം ഈ പഴങ്ങളൊക്കെ വിൽക്കുക എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വിലയ്ക്കാണ്. ഇത്രയും ദരിദ്രനായിട്ടും വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അദ്ദേഹം പഴങ്ങളും ഇലകളും ഒക്കെ വിറ്റിരുന്നത്. ദിവസവും മഹാപ്രഭു സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ കടയിൽ വരും. കടയിൽ വന്നിട്ട് പഴങ്ങളൊക്കെ വില കൊടുക്കാതെ എടുത്ത് ഭക്ഷിക്കും. പക്ഷെ ശ്രീധരൻ ഒന്നുമേ മിണ്ടില്ല. എന്നിട്ട് കളിയാക്കുകയും ചെയ്യുമായിരുന്നു. മഹാപ്രഭു ഇഷ്ടം പോലെ കൊലാവേച്ച ശ്രീധരനെ കളിയാക്കിയിട്ടുണ്ട്. ഡെയിലി വന്ന് ഇത് തന്നെയായിരുന്നു മഹാപ്രഭുവിന്റെ പണി. ഇങ്ങനെ നിമായി വളരെയധികം കുറുമ്പ് കൊലാവേച്ച ശ്രീധരന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അനുയായിയായിരുന്നു കൊലാവേച്ച ശ്രീധരൻ. മഹാപ്രകാശ ലീലയുടെ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു കൊലാവേച്ച ശ്രീധരനോട് അമിതമായിട്ടുള്ള കാരുണ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അന്നുണ്ടായിരുന്ന മഹാപ്രഭുവിന്റെ അനുയായികൾക്ക് പോലും കൊലാവേച്ച ശ്രീധരനും ശ്രീ ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള ആ ആത്മബന്ധം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രീധര എന്നാണ് ഈ കൊലാവേച്ച ശ്രീധരനെ മഹാപ്രഭു വിളിച്ചിരുന്നത്. മഹാപ്രഭുവിന്റെ മഹാപ്രകാശ ലീലയുടെ സമയത്ത് ശ്രീധര എന്ന് വിളിച്ച സമയത്ത് മഹാപ്രഭുവിന്റെ അനുയായികള് അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്നും നമുക്ക് ആ കൊലാവേച്ച ശ്രീധരന്റെ ഭവനം കാണാൻ സാധിക്കില്ല. ഭവനം ഇരുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അത് രാജാപൂർ ജഗന്നാഥന്റെ ടെമ്പിളിന്റെ ഏകദേശം അടുത്തായിട്ട് നമുക്കത് ഇന്നും ഉണ്ട് ആ സ്ഥലം അവിടെ. മഹാപ്രഭുവിനെ പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞ ഒരു വ്യക്തിയാണ് കൊലാവേച്ച ശ്രീധരൻ. അദ്ദേഹത്തിന് ആ ഇല വിറ്റുന്ന തുച്ഛമായ വിലയ്ക്കാണ് ഇലയും പഴങ്ങളും ഈ വാഴ കുടപ്പനും ഒക്കെ, അതുപോലെ തന്നെ വാഴയുടെ പിണ്ടി, ഉണ്ണിപ്പിണ്ടി പറയില്ല നമ്മൾ, ഇതെല്ലാം വിൽക്കുക. കിട്ടുന്ന പൈസ, തുച്ഛമായ പൈസയാണ് കിട്ടുക. അതിൽ നിന്നും ഒരു ഭാഗം ഗംഗ പൂജയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു.
മഹാപ്രഭു കുട്ടിയായിരുന്നപ്പോഴേ നിമായി കുട്ടിയായിരുന്നപ്പോഴേ അദ്ദേഹത്തിന്റെ കടയിൽ വന്നിട്ട് വില പേശും. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനങ്ങളെല്ലാം വിറ്റിട്ടും മഹാപ്രഭു വില പേശിയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇലയും കൊടപ്പനും ഒക്കെ വാങ്ങിയിരുന്നത്. എന്നിട്ടൊന്നും കൊടുക്കുകയുമില്ല, ഒറ്റ പൈസ കൊടുക്കില്ല. കൊടുക്കാതെ അതെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. പക്ഷെ ശ്രീധരൻ ഒരിക്കൽ പോലും മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു ഇവര് തമ്മിൽ. പിന്നെയും മഹാപ്രഭു അടുത്ത ദിവസം അവിടെ ചെല്ലും, പക്ഷെ എന്നാലും ഒരക്ഷരം മിണ്ടില്ല. അത് വളരെ സന്തോഷകരമായിട്ടാണ് നിമായി വരുന്നത് ഈ ശ്രീധരൻ കണക്കാക്കിയിരുന്നത്. ശ്രീവാസാങ്കണത്തിൽ വെച്ചിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു മഹാപ്രകാശ ലീലയുടെ സമയത്ത് ഷഡ്ഭുജ രൂപം കാണിച്ചു കൊടുക്കുകയുണ്ടായി കൊലവേച്ച ശ്രീധരന്. അതായത് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കമ്പൈൻഡ് ഫോം ആണ് 6 കരങ്ങളോടുകൂടിയുള്ള ആ രൂപം കൊലവേച്ച ശ്രീധരന്റെ മുൻപില് പ്രകടമാക്കി കൊടുത്തു. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു ആദിശേഷന്റെ രൂപത്തിലെ കുടയായിട്ട് നിന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാരദമുനി, ശുകദേവ ഗോസ്വാമി ഇവരെല്ലാം അവിടെ പ്രത്യക്ഷമായിട്ട് മഹാപ്രഭുവിനെ നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ ഇതേക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ശ്രീധരൻ ആ സമയത്ത് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 8 സിദ്ധികൾ അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, ഈശിത്വം, വശീത്വം എന്ന് തുടങ്ങിയ 8 സിദ്ധികൾ കൊടുക്കാമെന്ന് പറയുകയും പക്ഷെ ശ്രീധരൻ അതെല്ലാം നിഷേധിക്കുകയും ചെയ്തു. എനിക്ക് ഭക്തി മതി, മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ അനുസ്യൂതമായിട്ടുള്ള ഭക്തി മാത്രം മതി, എനിക്ക് സിദ്ധികളൊന്നും വേണ്ട എന്ന് പറയുകയും അതനുസരിച്ചിട്ട് പരിപൂർണമായിട്ടുള്ള ആ ഭക്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് സാക്ഷാത്കാരം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതും കൂടി ശ്രീധരൻ നിഷേധിച്ചു. എനിക്ക് നിത്യസേവകനായിട്ട് കഴിഞ്ഞാൽ മതി, എനിക്ക് സാക്ഷാത്കാരം പോലും ആവശ്യമില്ല എന്ന് ശ്രീധരൻ പറഞ്ഞതായിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കാണാൻ സാധിക്കും. അതായത് മഹാപ്രഭുവിനോട് പറഞ്ഞു അത്രേ, എനിക്ക് മഹാപ്രഭുവിനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ നിത്യസേവകനാക്കി എന്നെ മാറ്റുക. മഹാപ്രഭു എവിടെയെല്ലാം അവതരിക്കുന്നു അവിടെയെല്ലാം അങ്ങയോടൊപ്പം എനിക്ക് ജനിക്കാനും അങ്ങയെ സേവിക്കാനുമുള്ള അവസരം എനിക്ക് തരണം. ആ ഒരു അനുഗ്രഹം മാത്രം മതി എനിക്കെന്നാണ് ശ്രീധരൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മഹാപ്രഭു എവിടെ പോയാലും അനുയായിട്ട് എനിക്കൊപ്പം വരണം, ആ ഒരു അനുഗ്രഹം മതി. അതുപോലെ തന്നെ മഹാപ്രഭുവിന് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൊടുത്ത് സഹായിക്കാനും സേവനം ചെയ്യാനുള്ള ആ ഒരു അവസരം തന്നെ അനുഗ്രഹിക്കണം എന്നാണ് ശ്രീധരന് ആവശ്യപ്പെട്ടത്. അപ്പൊ മഹാപ്രഭു ഇതിൽ വളരെയധികം സന്തോഷവാനായിട്ട് അനുഗ്രഹിച്ചു ശ്രീധരനെ. മറ്റാർക്കും കിട്ടാത്ത, അതായത് ബ്രഹ്മദേവനും ഇന്ദ്രനും പോലും കിട്ടാത്ത അനുഗ്രഹമാണ് മഹാപ്രഭുവിൽ നിന്നും കൊലവേച്ച ശ്രീധരന് കിട്ടിയത്. അത് പരിശുദ്ധ ഭക്തിയുടെ സേവനമാണ് മഹാപ്രഭു കൊടുത്തത്. ഹരേ കൃഷ്ണ. ഇന്ന് ഇത്രയും പേര് ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഇത് എഴുതി വെക്കണം. ഈ 12 പേരും നിങ്ങൾ ഓർത്തിരിക്കണം. ഇവരെ 12 ഗോപാലന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത 12 അനുയായികളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ആ പേര് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി 1-2 പേരും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. 12 ഗോപാലന്മാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഈ പേരുകളും അവരുടെ യഥാർത്ഥ പേരും ഗോലോകത്തിലെ പേരും കൂടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ എഴുതാത്തവര് അന്നേരം എഴുതി വെക്കുക. ഹരേ കൃഷ്ണ. നമ്മൾ ഇവരെയൊക്കെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം പ്യൂരിഫിക്കേഷൻ. ഇത് പറയുന്ന എനിക്കും എൻ്റെ പാപങ്ങൾ കുറഞ്ഞു കിട്ടാനും നിങ്ങളുടെയൊക്കെ പാപങ്ങൾ കുറഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ 12 ഗോപാലന്മാരെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. ഇവരൊക്കെ മഹാനായിട്ടുള്ള ആചാര്യന്മാരാണ്, മഹാഭക്തരാണ്. അപ്പൊ അവരെ ഒന്നും ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്കാർക്കും യോഗ്യതയില്ല, എനിക്കും ഇല്ല. പക്ഷെ എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ഇവരെയൊക്കെ പറ്റി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ലഭ്യമായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരീഷ് മാതാജി എനിക്കതൊന്ന് പറഞ്ഞു തരാം 12 ഗോപാലന്മാരെ പേര്. അത് പറയാം മാതാജി, അത് എല്ലാവർക്കുമായിട്ട് പറഞ്ഞു തരാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.